ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മോര് കറിയാണ് കേട്ടോ. മത്തങ്ങയും 2 തക്കാളി ഇട്ടിട്ട് നമ്മൾ മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് തൈരാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഇടാം ഒരു ദിവസം. നല്ല കട്ട തൈര് കിട്ടും നമുക്ക്. ഞാൻ അതൊന്ന് ഉടച്ചപ്പോഴാണ് ഇങ്ങനെ ഇരിക്കണം. മറ്റേത് ഐസ്ക്രീം പോലെ ഇരുന്നിരുന്നു. നമുക്കപ്പോൾ മത്തങ്ങ നന്നാക്കി എടുക്കുക. മത്തങ്ങ കഴുകിയെടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി മുറിച്ചിടാം. ഒരു പച്ചമുളക് മുറിച്ച്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഈ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. അടുപ്പത്ത് വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരമുറി തേങ്ങ ഇതിലിട്ട് കൊടുക്കാം. മോര് കറിക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങ ചിരകിയിട്ട് അതാണ് ഇങ്ങനെ കട്ടയിട്ട്. നമുക്കിതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർക്കുക. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടി ആവാനുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്ന് മെല്ലെ ഉടച്ചു കൊടുക്കാം നമുക്ക്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുക. ഇനി നമുക്ക് അരച്ച് വെച്ച തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർക്കുക. ഒന്ന് കഴുകി ഒഴിക്കുക. ഇതിൽ ഉപ്പുണ്ടോ നോക്കാവുന്ന. ഉപ്പില്ല, കുറച്ച് ഉപ്പിടാം നമുക്ക്. നമ്മുടെ കറിയുടെ ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മോരൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിരിയും. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മോരൊഴിക്കാതെ ഇട്ടിട്ട് നമുക്ക് കടുക് വറുത്തിടാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ മോരൊഴിക്കാം കേട്ടോ. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക. നമ്മൾ മുളക് പൊടി കറിയിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക.
നമ്മൾ തൈര് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ. നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മത്തങ്ങ മോരൊഴിച്ച കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ മോരൊഴിച്ചിട്ടുണ്ടെങ്കിൽ മോര് പിരിഞ്ഞു പോവും. നല്ല ചൂടാണല്ലോ, അതുകൊണ്ട്. അപ്പം നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.